ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. കേരളത്തിൻ്റെ ആകർഷകമായ സൗന്ദര്യത്തിൻ്റെയും പ്രാദേശിക ചലനത്തിൻ്റെയും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ പാത ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ 4 വരിയും 6 വരിയുമായ പാത, എക്സ്പ്രസ് ഹൈവേ. ഇപ്പോൾ റീസെൻ്റായിട്ട് ബാംഗ്ലൂരൊക്കെ ഓപ്പൺ ആയില്ലേ, അതുപോലെ നമ്മുടെ കേരളത്തിന് ഓപ്പൺ ആകാൻ പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണ്. നമ്മൾ അതിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഗുരുവായൂരേക്കാണ്. ചേളാരി കഴിഞ്ഞത് റൈറ്റ് ടേൺ ചെയ്തു പോകും. അതുവരെ നമുക്ക് ഈ എക്സ്പ്രസ് ഹൈവേയിലൂടെ യാത്ര ചെയ്യും. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 640 കിലോമീറ്ററാണ് ഈ ഒരു പാത നീണ്ടുകിടക്കുന്നത്. നാഷണൽ ഹൈവേ 17, നാഷണൽ ഹൈവേ 47 അത് മാറിയിട്ട് നാഷണൽ ഹൈവേ 66ൻ്റെ ഭാഗമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ദൂരം ടൗണിൽ നിന്നും അറൗണ്ട് ചേളാരി വരെയുള്ള ദൂരം പെട്ടെന്ന് തന്നെ കവർ ചെയ്തു. നമ്മൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ഗുരുവായൂരേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ പൊന്നാനി വഴിയാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് ഞങ്ങളിങ്ങനെ KSRTC ബസ്, നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ഞാനും ജാനകിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹൈവേ നിന്ന് മാറിയപ്പോൾ തന്നെ ആ റഷ് വല്ലാണ്ടങ്ങ് കൂടിയിട്ടോ. വളരെ ചെറിയ റോഡ്. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച ചമ്രവട്ടം ഡാമിൻ്റെ കാഴ്ചയാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഈ ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഭാരതപ്പുഴയിലേക്കുള്ള ഒരു ചെറു ഡാമാണിത്. അതുപോലെ തന്നെ ഈ പാത എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരപാതയാണ്. നമ്മൾ എറണാകുളത്തേക്കൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാതയാണ്. വളരെ മനോഹരമായ കാഴ്ചയും ഒക്കെ കണ്ട് നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങ് യാത്ര ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഷട്ടറാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. വെള്ളം തുറന്നു വിടാനുള്ള ഷട്ടറും നിയന്ത്രിക്കാനുള്ള ഷട്ടറും ഒക്കെയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡാം ഈ സമീപ പ്രദേശങ്ങളിലുള്ള മലപ്പുറം ഏരിയയിലേക്കൊക്കെ ഉള്ള ഇറിഗേഷൻ അവർ വളരെ സുഖപ്രദമാക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ്. കൃഷിക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. 978 മീറ്ററാണ് ഈ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലൊന്നാണ് ഈ ചമ്രവട്ടം പാലം. അങ്ങനെ കുറച്ച് ദൂരം ആ ഒരു ചെറിയ റോഡിലൂടെ പിന്നിട്ട് നമ്മൾ പിന്നെയും NH 66ലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ വലിയ നഗരങ്ങൾ ഓൾമോസ്റ്റ് ഈ ഒരു പാത കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം എന്നീ പ്രധാനപ്പെട്ട സിറ്റികൾ കണക്ട് ചെയ്തു പോകുന്ന വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയുള്ള ഒരു പാതയാണ് NH 66. ചില സ്ഥലങ്ങളിൽ 4 ലൈനാണ്, ചില സ്ഥലങ്ങളിലേക്ക് അത് 6 ലൈൻ ആക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈ ഓവേഴ്സ്, അണ്ടർ പാസേജ്, ബൈപ്പാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രാഫിക് വളരെ സുഗമമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് കാസർഗോഡ് ടു കന്യാകുമാരി വരെ വളരെ കുറഞ്ഞ, അതായത് ഇപ്പോൾ എടുക്കുന്ന സമയത്തിൻ്റെ പകുതിയിലും താഴെ സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് എത്തിച്ചേരാം. പണിയൊന്നും പൂർത്തിയായിട്ടില്ല, എന്നാലും വളരെ വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ പിന്നിട്ട് KSRTC ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു ഡിവൈൻ സിറ്റിയിലേക്ക് നമ്മൾ എത്തി. ഇനി ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴണം. അപ്പം നമുക്കിവിടെ ഇറങ്ങാം. പറയാതിരിക്കാൻ വയ്യല്ലോ, ഗംഭീര ചൂടാട്ടോ ഗുരുവായൂർ. അങ്ങനെ റൂമിലേക്ക് പോകുന്ന വഴി നമ്മളൊരു കഫേ കയറി. നന്ദിനി കഫേ വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെനു ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന കേട്ടോ. റീസണബിൾ പ്രൈസുമാണ്. ഞാനും ജാനകിയും അങ്ങനെ ആ ഒരു കഫേക്കകത്ത് കയറി വളരെ കൂളായിട്ട് ചില്ലായിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നെയ്യൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നെയ്യാണ് തോന്നുന്നു കേട്ടോ. കാരണം നന്ദിനിയുടെ നെയ്യൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കർണാടക പ്രൊഡക്റ്റാണ്, പക്ഷേ നല്ല നല്ല പ്രൊഡക്ട്സാണ് ഇവരുടെ. വേറെന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇത് മൈസൂർ പാക്ക് അല്ലേ? മൈസൂർ പാക്ക്. പിന്നെന്താ? ഇതെന്താ? റാഗി ലഡു. ദെൻ മിൽക്ക് റസ്ക്. അടിപൊളി. ഞാൻ ഓർഡർ ചെയ്ത്
കോൾഡ് കോഫിയാണ്. എക്സലൻറ്റ് ആയിട്ടുണ്ട്, അവരുടെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഞാനീ ഓർഡർ ചെയ്തത് അഫ്ഗാൻ ഫലൂഡ അല്ലേ, അഫ്ഗാൻ ഫലൂഡ. അതും രക്ഷയില്ല കേട്ടോ. അവരുടെ ആ ഒരു മിൽക്കിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഡിസ്പ്ലേയും ആംബിയൻസും ഇതിൻ്റെ ടേസ്റ്റും വേറെ ലെവലൊന്നും പറയാനില്ല. ഞാൻ ഇത്ര ടേസ്റ്റി ആയിട്ട് കഴിച്ചത് നമ്മുടെ കോഫി ഡേയിലാണ്. പക്ഷേ ഇപ്പോഴും കഫേ കോഫി ഡേയിൽ ഇപ്പോൾ അത്ര പോരാ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കഴിച്ചപ്പോഴും അത്ര പോരാ. ഞാൻ ഇതിൻ്റെ ആളാണ്, കോൾഡ് കോഫിയുടെ ആളാണ്. പക്ഷേ ഇവിടെ കഴിച്ചത് എക്സലൻ്റ് ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദിനി കഫേ ഇതുപോലെ കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. കർണാടകയുടെ സംരംഭമാണ്. നൈസ്. ഇതെന്താ ജാനു കവ് ഇങ്ങനെ ചിരിക്കുക? അതെന്താ? ഹാപ്പി ആയിട്ടോ? ഹാപ്പി ആയിട്ട് ചിരിക്കുക? എന്തിനാ ഹാപ്പിയാണ്? ആ നമ്മളവിടെ പോയി ഐസ്ക്രീം കഴിച്ചതിന് കവ് ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ ചിരിക്കുക അത്ര ഇത്. ഗുരുവായൂർ അമ്പല നടയിൽ നിന്നും ഏകദേശം 800 മീറ്റർ ദൂരത്തായിട്ടാണ് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മമ്മിയൂർ ജംഗ്ഷൻ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 4 സ്റ്റാർ ഹോട്ടൽ, പഴയ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. മൈ ഗോഡ്, അങ്ങനെ കോഴിക്കോട് നിന്ന് ബസ് കയറി കുറച്ച് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കാരണം മെയിൻ റോഡ് വഴിയല്ല വന്നത്, നമ്മൾ വളഞ്ഞ് ഉള്ളിലൂടെയുള്ള റോഡാണ്. കാരണം തൃശ്ശൂരേക്കല്ലല്ലോ വരേണ്ടത്, ഗുരുവായൂരേക്കല്ലേ. അപ്പോൾ അതിങ്ങനെ കുറേ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിട്ട് എനിക്കൊന്ന് 58 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കാൻ നമ്മളെടുത്ത് അറൗണ്ട് 4 അവേഴ്സാണ്. ഇതൊരു കഷ്ടമല്ലേ, നമ്മുടെ നാട്ടിൽ വെറും 58 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത ഹോട്ടലാണ് ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞ ഹോട്ടൽ. ചെറിയ എമൗണ്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ വലിയൊരു എമൗണ്ടൊക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ 1100 എങ്ങാണ്ടാണ് എനിക്ക് എൻ്റെ ഓഫറിൽ വന്നേക്കുന്നത്. അഗോഡയിൽ എനിക്ക് ഓഫർ ഉണ്ട്, അതിൽ വന്നേക്കുന്നത്. 2 ഡേയ്സിന് ബുക്ക് ചെയ്തു. അടിപൊളി റൂം കേട്ടോ. ഞാൻ കാണിക്കാം. സെറ്റിംഗ് സ്പേസ് ഉണ്ട്, TV കാണാനൊക്കെ ആയിട്ട്. ദെൻ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കെറ്റിലൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പാകത്തിന് 2 വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമൂലിൻ്റെ പാൽപ്പൊടിയും പഞ്ചസാരയും അങ്ങനെ സാധനങ്ങളും, കപ്പ്, ദെൻ 2 കപ്പ് സാനിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കെറ്റിലുണ്ട്. ഓക്കെ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ. ഓക്കെ, വലിയ ഹോട്ടലാണ് ഇന്ദ്രപ്രസ്ഥ. ശരിക്കും ആ പേരിന് അവർ നീതി പുലർത്തുന്നുണ്ട്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ AC ഉണ്ട്. ഇതിപ്പം ബെഡ്റൂം അവർ സെപ്പറേറ്റ് ആണ് വെച്ചേക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ബെഡ്റൂമാണ്. ഇതിപ്പം മിറർ, ദെൻ നമുക്ക് നമ്മുടെ തുണികളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്മോൾ കബോർഡ്സ്. AC ഉണ്ട്. AC പഴയതാണ്, കുഴപ്പമില്ല. ഇവിടുന്ന് പുറത്തേക്ക് വ്യൂ കിട്ടുന്ന ഏതെങ്കിലും റൂം കിട്ടുമെന്ന് ചോദിച്ചാൽ, പക്ഷേ പുറത്തേക്കുള്ള വ്യൂ പാർക്കിംഗ് ആണ്. ഞാൻ ടെമ്പിൾ വ്യൂ ഉള്ള ഏതെങ്കിലും റൂം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ ബാത്റൂമിൻ്റെ ലെവൽ. കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കുറച്ച് പഴയ റൂമാണെന്ന് തോന്നുന്നു. എങ്കിലും പണ്ടത്തെ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കൊരു 4 സ്റ്റാർ കാറ്റഗറി ഫീൽ ചെയ്യുന്നില്ലേ, ആ ഒരു കാറ്റഗറി അവരെന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ എന്ത് വ്യൂ? എന്തെന്ന് അവിടെ എന്താ വ്യൂ ഉള്ള? എന്താ ഉള്ള? ഹൈഡിങ് സ്പേസോ? നിന്നെ ഒരു എക്സ്ട്രാ ബെഡിട്ട് ഞാൻ അവിടെ കിടത്താൻ പറയാം. അപ്പോൾ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്ത് വരാം. ശ്രീപതി ഇന്ദ്രപ്രസ്ഥ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസാണ്. വൈഫൈയുടെ, അതുപോലെ റിസപ്ഷൻ നമ്പർ, ദെൻ ബാർ നമ്പറുണ്ട്, കംപ്ലയിൻറ്റ്സ് പറയാനുള്ള റൂം സർവീസ്, ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 to 10:30, ലഞ്ച് ടൈം, ഡിന്നർ ടൈം, അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹായ്, ഗുഡ് ഈവനിങ്. സമയം അറൗണ്ട് 6:30. നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് ഫ്രഷായിട്ട്. കാരണം രാവിലെ അവിടുന്ന് യാത്ര ചെയ്തതല്ലേ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഇന്നങ്ങനെ 2024 അവസാനിക്കാൻ പോവുകയാണ്. ഒരു 5.5 hours കൂടിയേ ഉള്ളൂ ഈ ഒരു വർഷം അവസാനിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്ന ആസ് യൂഷ്വൽ ഒരു ഇയർ ആയിരുന്നു 2024. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഈ വർഷത്തെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം വേറെ എങ്ങോട്ടും പോകാതെ ഗുരുവായൂർ തന്നെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ബാക്കിയൊന്നും എവിടെയും പോയിട്ടൊരു അടിച്ചുപൊളിക്ക് തോന്നിയിട്ടില്ല. അറിയാലോ, ചൂരൽമല എന്ന് പറഞ്ഞ വലിയൊരു ദുരന്തം നമുക്ക് സംഭവിച്ചത്.
അത് ഞാനും ഒരു ചുരുൾമലക്കാരനാണ്. അതുപോലെ നഷ്ടപ്പെട്ടതൊക്കെയും വേറൊരു അന്യ ആളുകളല്ല, സ്വന്തം ആളുകൾ തന്നെയാണ്. ജനിച്ചപ്പോൾ മുതൽ കണ്ട് വളർന്ന, കൂടെ കളിച്ച് വളർന്ന, അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള, അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ മരിച്ചുപോയി. അപ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ്, നികത്താൻ പറ്റാത്തൊരു നഷ്ടം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും അവരുടെ ആ ഒരു വിയോഗം ഒരുപാട് സങ്കടങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ഒരു ന്യൂ ഇയർ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പല നടയിലാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം. ഞാനും ജാനകിയുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ, രാവിലെ ഞാൻ പോകുന്നുള്ളൂ തൊഴാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോയിട്ട് ഗുരുവായൂരുടെ ചുറ്റുഭാഗത്തുള്ള എന്താണ് സിറ്റുവേഷൻ, തിരക്കുണ്ടോ ഇല്ലയോ, ആ കടകളുടെയൊക്കെ ഒരു വൈബുണ്ട് അല്ലേ, ഒരു അമ്പലത്തിൻ്റെ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു കൃഷ്ണൻ്റെ ഒരു വൈബുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരാം. ഓക്കെ, വന്ന പാടെ ഒന്ന് കിടന്നുറങ്ങിയുണ്ട്, നല്ല ഫ്രഷായി. ഇനിയിപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ചാൽ നമ്മൾ ഫുൾ ആക്റ്റീവ് ആകും. അങ്ങനെ ആ നടയുടെ, കിഴക്കേ നടയുടെ അടുത്തുള്ള ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിച്ച് ഗുരുവായൂർ അമ്പലത്തിനകത്തേക്കുള്ള നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയായി. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം. ശബരിമലയ്ക്കൊക്കെ പോകുന്ന ഒരുപാട് തീർത്ഥാടകർ ഗുരുവായൂർ വന്നതിന് ശേഷമാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ഭഗവാൻ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ഈ സ്ഥലത്ത് തപസ് ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ തൻ്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭഗവാൻ പരശുരാമൻ ഭൂമിയിൽ നിന്നും കൊണ്ടുവന്ന പവിത്രമായ ഗന്ധകശിലയിൽ നിർമ്മിച്ച ഒരു വിഗ്രഹം സ്ഥാപിച്ചു എന്നതാണ് വിശ്വാസങ്ങൾ പറയുന്നത്. വിശ്വാസങ്ങളാട്ടോ. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതലത്തേക്കാണ് നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യാശൈലിക്കും ശില്പങ്ങൾക്കും പേരുകേട്ട ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം 4 കോണ ആകൃതിയിലാണ് ഉള്ളത്. അതായത് 4 കോണുകളുള്ള ഒരാകൃതിയിൽ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് വിപരീതമായി ക്ഷേത്രത്തിൻ്റെ ഗോപുരം 7 നിലകളിലാണ് ഉള്ളത്. ഓരോ നിലയിലും സുന്ദരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് നിരവധി ഉപക്ഷേത്രങ്ങളുമുണ്ട്. ഓരോന്നും വ്യത്യസ്ത ദേവതകൾക്കായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും നിരവധി ആചാരങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം ഉച്ചപൂജയാണ്. രാവിലെ 11:30 കഴിഞ്ഞ് ഈ ഉച്ചപൂജ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റ് പ്രധാന ആചാരങ്ങളിൽ അത്താഴപൂജ, നിർമ്മാല്യം, പുഷ്പാഭിഷേകം എന്നിവയൊക്കെ പെടുന്നു. ക്ഷേത്രങ്ങളിൽ വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആട്ടവിളക്കാണ്. ഇത് ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭക്തർ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ദർശനം, പ്രാർത്ഥന, പൂജകൾ എന്നിവ വഴി ഭക്തർക്ക് പാപങ്ങളിൽ നിന്നും മോചനം നേടാനും ആത്മീയ ശുദ്ധി നേടാനും സാധിക്കും എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ അന്തരീക്ഷം ഭക്തർക്ക് സമാധാനവും സന്തോഷവും നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭക്തർക്ക് ഐശ്വര്യം, സമൃദ്ധി, നല്ല ആരോഗ്യം എന്നിവ നേടാൻ സഹായിക്കുമെന്നും വിശ്വാസം പറയുന്നു. ക്ഷേത്രത്തിലെ പോസിറ്റീവ് ഊർജം ഭക്തർക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലൊന്ന് തൊഴുതു പോയി കഴിഞ്ഞാൽ അതിനൊക്കെ ശമനം ഉണ്ടാകുമെന്നാണ് അതിനർത്ഥം. ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് ഭക്തർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനം നേടാൻ സഹായിക്കുമെന്നും വിശ്വസിക്കുന്നു. പല VIP-കളും എല്ലാ മാസവും ഇവിടെ അതുകൊണ്ട് തന്നെ തൊഴാനെത്താറുണ്ട്. കേട്ടിട്ടില്ലേ, നമ്മുടെ മരിച്ചുപോയ K. കരുണാകരൻ, അദ്ദേഹമൊക്കെ സ്ഥിരം ഗുരുവായൂരപ്പൻ്റെ ആളായിരുന്നു. ക്ഷേത്രത്തിലെ സേവനങ്ങൾ നടത്തുന്നതിന് ഭക്തർക്ക് സമൂഹത്തിൽ നന്മ ചെയ്യാനും പുണ്യം നേടാനും സഹായിക്കുമെന്ന് ആണ് വിശ്വസിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മറ്റ് പ്രധാന വഴിപാടുകളൊക്കെ നമുക്ക് നോക്കാം. ക്ഷേത്രത്തിൽ ഭക്തർക്ക് നടത്താൻ സാധിക്കുന്ന നിരവധി വഴിപാടുകളുണ്ട്. ഓരോ വഴിപാടിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഫലവും ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് രാവിലെ 11:30 മണിക്ക് നടക്കുന്ന ഉച്ചപൂജ.
ഈ പൂജയിൽ ഭഗവാന് നെയ്യഭിഷേകം, പൂജ, ഉപചാരങ്ങൾ എന്നിവ സമർപ്പിക്കുന്നുണ്ട്. അത്താഴ പൂജ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഈ പൂജയിൽ ഭഗവാന് നെയ്യഭിഷേകം, പൂജ, ഉപചാരങ്ങൾ എന്നിവ നടത്തുന്നു. അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത ഒരുപാട് ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ തരുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിലൊരു വഴിപാടാണ്. നമ്മൾ അരങ്ങേറ്റമൊക്കെ കുറിക്കില്ലേ, ഇപ്പം പാട്ടൊക്കെ പഠിച്ച ആളുകൾ അവരുടെ അരങ്ങേറ്റം കുറിക്കുന്നു. ഡാൻസ് പഠിച്ച ആളുകൾ അവർ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് അരങ്ങേറ്റം, ഒരു സ്റ്റേജ് പെർഫോമൻസ് ആദ്യമായിട്ട് കാഴ്ചവെക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ബിംബത്തിൻ്റെ മുൻപിൽ, തിരികെടാത്ത ഒരു വിളക്കിൻ്റെ മുൻപിൽ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് അദ്ദേഹത്തിന് ആ നൃത്തം അല്ലെങ്കിൽ അവരുടെ സംഗീതം നേദിക്കുകയാണ് ചെയ്യുന്നത്. ദിവസേന ഒരുപാട് കലാകാരന്മാർ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് അതിലെ കാഴ്ചക്കാരും അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസ് ചെയ്യുന്ന അവരുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും. ഇവിടുത്തെ മറ്റു പ്രധാന ഒരു ആകർഷണമാണ് ഗുരുവായൂർ പപ്പടം എന്ന് പറയുന്നത്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗുരുവായൂർ പപ്പടത്തിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. എനിക്ക് വേറെ എവിടെയും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ ഇവിടുന്ന് കിട്ടും. പൊരി, ഹലുവ, ഇതൊക്കെ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ എന്തോ ഗുരുവായൂർ ആ ഒരു പരിസരത്ത് നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ, ചിലപ്പോൾ മനസ്സിൻ്റെ ഒരു ഫീലായിരിക്കാം. അതേപോലെ തന്നെ ഒരുപാട് കടകളുണ്ട്. നമുക്കിങ്ങനെ ഒരു സന്ധ്യ ടൈമിൽ ഇങ്ങനെ കണ്ട് നടക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഓടിൻ്റെ വിളക്കും താലവും കിണ്ടിയും ഒക്കെയാണ്. നമുക്ക് വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ, അതൊക്കെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച കേട്ടോ. നമ്മുടെ കാറിനകത്തൊക്കെ ഒട്ടിച്ചു വെക്കത്തില്ലേ ഭഗവാന്റെ ചിത്രങ്ങൾ, അതുപോലെ ലാഫിംഗ് ബുദ്ധ, ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് പ്രതിമകൾ. കൃഷ്ണൻ്റെ പ്രതിമ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീടുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഒരു ഐശ്വര്യം നമുക്ക് വീടുകളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗുരുവായൂർ വരുമ്പോൾ എല്ലാവരും കൃഷ്ണൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ വാങ്ങി വീടുകളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു കാഴ്ച അവിടെ കാണുന്നത്. ഗുരുവായൂർ ടെമ്പിൾ ഓപ്ഷൻ ഓഫ് ഓഫേർഡ് ലാംസ്. അതെ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആളുകൾ ഓഫറായിട്ട് കൊടുക്കില്ല, അതായത് കാണിക്കയായിട്ട് കൊടുക്കില്ലേ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. വിളക്ക്, കിണ്ടി, പിന്നെ ചെറിയ താലം ഒക്കെ കൊടുക്കാറുണ്ട്. അത് ഒരു ലേലത്തിൽ, ഓപ്ഷനിൽ വാങ്ങാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ചോദിച്ചപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ 3 വിളക്കിനും കൂടെ അവർ പറയുന്ന എമൗണ്ട് 600 റുപ്പീസ് എങ്ങാണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലാഭം കേട്ടോ. തൊട്ടപ്പുറത്തെ കടയിൽ ആ വിളക്കിൻ്റെ റേറ്റ് ചോദിച്ചപ്പം അതിനേക്കാളും ഒരുപാട് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഓപ്ഷനിൽ വിൽക്കുന്നതായതുകൊണ്ടും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു സമ്മാനം പോലെ നമുക്കത് വാങ്ങിച്ചു കൊണ്ടുപോകാം. ആ വിളക്ക് തൊട്ടിപ്പുറത്തെ കടയിലുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനിൽ കിട്ടുന്ന വിളക്കിന് പറ്റ വിലക്കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയുണ്ട്. പിന്നെ അതുമല്ല ഒരു വൈബാണ്, ഒരു ഈവനിങ് അത് കാണാനും ഓപ്ഷനിൽ എടുക്കാനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ രാധയുടെയൊക്കെ ചിത്രങ്ങൾ തുന്നിച്ചേർത്ത സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സുകളാണ്. സാരികൾ, ഡ്രസ്സുകൾ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പൂജയ്ക്ക് കൊടുക്കാനുള്ള പൂവുകൾ, തലയിൽ പൂവ് ചൂടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ഒരുപാട് കടകൾ. നെറ്റിപ്പട്ടം കണ്ടോ, ഇതൊക്കെ വീടുകളിൽ ചുമരിൽ അലങ്കാരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഗുരുവായൂരിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ആ കോട്ടയത്ത് കണ്ടില്ല, നെൽക്കതിർ, ആ കതിർ ഉണ്ട്. അതുപോലെ കൃഷ്ണൻ്റെ പ്രതിമകൾ, പല മെറ്റീരിയലുണ്ടാക്കിയ പ്രതിമകൾ. പിന്നെയും കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ ഈ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന സ്നാക്സ് ഐറ്റംസാണ്. ഇത് ഗുരുവായൂർ പപ്പടം കേട്ടോ. ചെറിയ ബട്ടൺ കോയിൻ പപ്പടം എന്ന് പറയും, ചെറിയ പപ്പടം. ഞാൻ എന്തായാലും ഒരു 3-4 പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പാവയ്ക്ക ഉണക്കിയത്, അതുപോലെ തന്നെ മുളക്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ് ചോറുണ്ടുമ്പോൾ. അപ്പോൾ ജാനകി എന്തായാലും ആ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ ഒരു ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സമയം അറൗണ്ട് 10:30-11 ആകുന്നു. ലൈവാണ് കേട്ടോ ഗുരുവായൂർ. കാരണം രാവിലെ 3 മണി 3:30 നട തുറക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും.
ഉറക്കമില്ലാത്ത ഒരു നഗരം എന്ന് തന്നെ പറയാം. നമ്മൾ മധുരയൊക്കെ കണ്ടില്ല, അതേപോലെ തൂങ്കാ നഗരം. ഞാനിപ്പോൾ കാണിക്കുന്ന കുറേ ലോഡ്ജുകളുടെ പേരാണ്. നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ഈ ലോഡ്ജുകൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഭഗവാന്റെ ആ നട കണ്ട് തന്നെ നമുക്ക് കിടന്നുറങ്ങാം. അതിരാവിലെ എണീറ്റ് നമുക്ക് പോകാൻ സാധിക്കും. ഞാനുമ്മ ടിക്കറ്റ് കാണിച്ചു. എങ്ങോട്ടേക്ക് പോകുന്നത്? ആര് എവിടെ? ആന കാണാൻ. നടക്ക. ഇതെന്താണ് ആനയുടെ? ആനയുടെ ആനയ്ക്ക് ഫ്രൂട്ട് വെക്കാനല്ലേ? ജാനി എന്താ ആനയ്ക്ക് കൊണ്ടുവന്ന്? വെള്ളോ? എവിടെ? ഞങ്ങൾ വന്നതിപ്പോൾ അറൗണ്ട് 5:30 ആയി. 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ആനയൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു. ഓഹോ, ആനയുണ്ടോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ആനകൾ കേട്ടോ. തീർച്ചയായിട്ടും ഗുരുവായൂർ വരുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എങ്ങോട്ട് വരാൻ? ഒരുപാട് ആനകളുണ്ട് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലെങ്ങാണ്ട് വന്നതാണ്, പിന്നെ അത് എപ്പോഴാണ് അതിനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ജാനിക്കാണെങ്കിൽ കാട്ടാനകളെ കണ്ടിട്ടുണ്ട് നമ്മൾ വയനാടായതുകൊണ്ട് അല്ലേ? നമ്മൾ മുത്തങ്ങയിലൊക്കെ കണ്ടിട്ടില്ലേ? ഗുരുവായൂർ ആനക്കോട്ട എന്നറിയപ്പെടുന്ന പുന്നത്തൂർ കോട്ട കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പ്രശസ്തമായ ആനശാലയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആനകളുടെ പരിപാലനത്തിനും പരിശീലനത്തിനും വേണ്ടി ഈ ശാല പ്രവർത്തിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു ആനശാലയുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ക്ഷേത്രത്തിന് വേണ്ടി വിവിധ പൂജകളും ഘോഷയാത്രകളും നടത്തുന്നതിന് ആനകളുടെ പരിപാലനവും പരിശീലനവും ഒക്കെയാണ് ഇവിടെ നടത്തുന്നത്. ആനകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു സമയത്ത് ഏകദേശം 50-60 ആനകളോളം ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് കേട്ടോ ഈ ഒരു കോട്ടയ്ക്ക്. പുന്നത്തൂർ കോട്ട ഒരു പഴയ രാജവീടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു കൊട്ടാരമായിരുന്നു. പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഇത് ഏറ്റെടുത്ത് ആനകളുടെ പരിപാലനത്തിനായിട്ട് മാറ്റി. 1975 ഇത് ഔദ്യോഗികമായിട്ട് ആനക്കോട്ടയായിട്ട് രൂപാന്തരപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആനകളുടെ പരിപാലനം ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യമാണ്. ആനകൾക്ക് പ്രത്യേക പരിചരണവും ശുശ്രൂഷയും ഒക്കെ ഇവിടെ നൽകുന്നു. ഇതിൻ്റെ ഭക്ഷണക്രമം ആനകളുടെ കുഴച്ചോറ്, പച്ചക്കറി, പഴങ്ങൾ, ശർക്കര എന്നിവയൊക്കെ കൂട്ടിയിട്ടാണ് ഒരുക്കുന്നത്. കൂടാതെ ദിവസേന നീരാട്ടവും ആരോഗ്യ പരിശീലനവും നടത്തുന്നു. അതിന് കുളിക്കാനൊക്കെയുള്ള ദേഹം തണുപ്പിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ ബാക്കപ്പും ഒക്കെ ഇവിടെയുണ്ട്. ഗുരുവായൂർ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ആവശ്യമായ അനുഷ്ഠാനങ്ങൾക്കും ശാരീരികമായി ശക്തരാക്കുന്നതിന് ആനകൾക്ക് പരിശീലനം നൽകുന്നു. തെടമ്പേറ്റിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ആളുകളുടെ ഇടയ്ക്കൂടെ പോകുന്നതിനും അതുപോലെ തന്നെ പൂജാരിക്ക് ആനയുടെ പുറത്ത് കയറാൻ ആ കാലൊക്കെ പൊക്കി വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കയറാനും തിടമ്പ് തലയിലേറ്റാനും ഇതിനൊക്കെ പരിശീലനം വേണം. അങ്ങനെ ആനകളെ എല്ലാ രീതിയിലും പരിശീലിപ്പിച്ച് വളരെ ആക്യുറേറ്റായിട്ടാണ് ഇവിടുന്ന് ഇറക്കുന്നത്. ആനകളെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകൽ, നെറ്റിപ്പട്ടം ധരിപ്പിക്കൽ, ചിറകിൻ്റെ ഘോഷയാത്രകൾ തുടങ്ങിയവയ്ക്കുള്ള പരിശീലനം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രശസ്തരായ ആനകൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഗുരുവായൂർ കേശവൻ ആനപ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരാനയാണ്. ആനക്കോട്ടയിലെ ഏറ്റവും പ്രസിദ്ധമായ ആനയായിട്ടാണ് ഗുരുവായൂർ കേശവൻ അറിയപ്പെടുന്നത്. ഗുരുവായൂരപ്പൻ്റെ ദേവനായി പരിഗണിക്കുന്ന കേശവൻ തൻ്റെ വിനയപരമായ സ്വഭാവത്തിലും ദീർഘായുസിലും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആനയാണ്. ഇന്നും ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ ആനപ്രേമികളുടെ മനസ്സിലെ ഒരു എന്താ പറയുക, രോമാഞ്ചമാണെന്ന് പറയാൻ പറ്റും. മറ്റ് പ്രശസ്തമായ ആനകൾ ഏതൊക്കെയാണെന്നറിയോ? ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ വിജയൻ തുടങ്ങിയ ആനകളാണ്. ഒരുപാട് കേട്ടിട്ടുണ്ടാകും നമ്മൾ ഈ ആനകളെ പറ്റിയിട്ട്. ഇവരുടെ ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. പുറം ചൊറിയുന്ന ഒരു രംഗം നമ്മൾ ഈ കാണുന്ന. പട്ട വെച്ചിട്ട് അങ്ങ് വലിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ത് ടെക്നിക്കലായിട്ട് അവർ ചെയ്യുന്നതല്ലേ. ഒരുപാട് ആനകളുണ്ട് ഇനിയും കാണാൻ കേട്ടോ. ജാനി, എങ്ങനെയുണ്ട് ആനത്താരി? എത്ര ആനയെ കണ്ടു? 12 ആനയോ? ഏതാനയും ഇഷ്ടപ്പെട്ടെ? എല്ലാ ആനയും ഇഷ്ടപ്പെട്ടോ? ഈ ആനയോ?
ആന ഇഷ്ടപ്പെട്ടു? മാറിയിരുന്ന ചിലപ്പോൾ അത് തലക്കെറിയും അത് വെച്ചിട്ട്. അതാ 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 മാറിക്കോ. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഉണ്ടല്ലോ ഒരു അനുഭവം തന്നെയാട്ടോ. ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ ബേസ് ചെയ്ത ആളുകൾക്ക് ഇവിടെ വരാം, ആനകളുടെയൊക്കെ ഫോട്ടോഗ്രാഫി. കാരണം ആന ഒരു വിശ്രമാവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പല ആംഗിളിൽ നമുക്ക് പകർത്താൻ സാധിക്കും. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ആനകളുടെ ജീവിത രീതി, സന്ദർശകർക്ക് ആനകളുടെ ദിവസേന നടത്തുന്ന ആ ഒരു ശുശ്രൂഷ, അതിൻ്റെ കുളി ഒക്കെ കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഭയങ്കര കൗതുകം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ആ പട്ട തന്നെ അത് കഴിക്കുന്നത് കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം. അത് കറക്റ്റ് നമ്മൾ ഈ കരിവേപ്പിലേക്ക് ഇങ്ങനെ കറിയിലിടാൻ വേണ്ടി ഇങ്ങനെ ഊർത്തിയെടുക്കില്ലേ, അതേപോലെ വളരെ ഭംഗിയായിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് ആ പട്ടയുടെ പൊടി കളയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് അത് ചീന്തിയെടുത്ത് അത് ഇല മാത്രമാക്കിയിട്ട് അത് കഴിക്കും. അത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഒരു കൗതുകം നിറഞ്ഞ കാഴ്ച, എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ്. ഇതിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അതുപോലെ പ്രവേശന ഫീസ് ഞാൻ ആ തുടക്കത്തിൽ കാണിച്ചു, പല റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ പൈസയൊന്നുമില്ല. വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആനക്കോട്ടയിലെ ആനകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലാണ്. കാരണം ഈ ആനകളുടെ ആ ഒരു ആകാര ഭംഗിയും അതിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഒരു ചിട്ടയും ഒക്കെ കാണുന്നത് ആ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ സമയത്താണ്. ആനകളിങ്ങനെ നിരന്ന് നിന്ന് എഴുന്നള്ളി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, അതൊരു വേറെ ഭംഗിയാട്ടോ. ആനകൾക്ക് അർപ്പിക്കുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസം, പാരമ്പര്യങ്ങളും ഈ സ്ഥലത്തെ കൂടുതൽ ദൈവികമാകുന്നു. അതാണ് ഗുരുവായൂരിൻ്റെ വേറൊരു പ്രത്യേകത. പുന്നത്തൂർ ആനക്കോട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട അനുഭവം നൽകുന്ന ഒരു പ്രത്യേകമായ മന്ദിരമാണ്. അതുകൊണ്ട് തന്നെ കുടുംബസമേതം നമുക്ക് ഈ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. നോക്കിയേ, ഇതൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇതുപോലെ നോക്കി കാണാൻ സാധിക്കുമോ? ഞാൻ എന്തോരം ഫൂട്ടേജ് എടുത്തു എന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം ഇവരോട് വർത്തമാനം പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പറയുന്നതിനൊക്കെ ആവുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. ഇത് ഇവനെന്താ ചെയ്യുന്നത് കണ്ടോ, മണ്ണ് വാരി എറിയുന്നത് കണ്ടോ. ഞാൻ അത്രയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ചോദിച്ചപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന ആനയാണെന്നാണ് പറഞ്ഞത്. അത്രത്തോളം മെരുങ്ങിയിട്ടില്ല. അവർ ആ ട്രെയിനിങ്ങിൻ്റെ ഒരു സമയമാണ്, അതിലൂടെയാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ. പക്ഷേ കയറ് കെട്ടി അവിടെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ബൗണ്ടറി. ഈ കാണുന്നത് ആനയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു കൂടാണ്. നമ്മൾ 2 കുങ്കി ആനകൾ സൈഡിൽ വെച്ച് ആ മെരുക്കുന്ന ആനയെ നേരെ തള്ളി ഇതിനകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടിത് ക്ലോസ് ചെയ്യും. ഇവിടെ നിന്നാണ് ആനയെ ചിട്ട പഠിപ്പിക്കുക എന്ന് പറയും. ആനച്ചിട്ട എന്നൊക്കെ കേട്ടിട്ടില്ല. ആനയെ ചിട്ട പഠിപ്പിക്കും. അതിന് അതിൻ്റേതായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. കുറച്ച് ക്രൂവലായിട്ട് നമുക്ക് തോന്നാം, എങ്കിൽ പോലും ആനയെ ഇവിടെയാണ് ചിട്ട പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആട്ടോ. റിയലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഗുരുവായൂർ നന്ദൻ ഏഷ്യയിലെ ഏറ്റവും വെയിറ്റുള്ള ആന എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പുന്നത്തൂർ കോട്ടയിലെ ഉയരക്കാരിൽ ഒരുവൻ, ഏറ്റവും ഉയരമുള്ള ആനയാണ്. 10 അടി ഉയരമുണ്ട്. കോഴിക്കോടുള്ള നന്ദകുമാർ എന്ന ആളാണ് ഈ നന്ദനെ നടക്കിരുത്തിയത്. ആനക്കോട്ടയിലെ ചട്ടക്കാരായിട്ടുള്ള മോഹനേട്ടനും ശങ്കരേട്ടനും ചേർന്നാണ് കേരള കർണാടക അതിർത്തി വനത്തിൽ ജനിച്ച നന്ദനെ നാടൻ ചിട്ടവട്ടങ്ങളൊക്കെ പഠിപ്പിച്ചത്. ഇന്ന് നന്ദൻ കേരളത്തിലെ ഏറ്റവും അധികം ശരീരമുള്ള ആനകളിലൊന്നായിട്ട് കാണുന്നു. അതായത് ഒരു ആനയുടെ ആകാര വടിവിലുണ്ടല്ലോ, അതിൽ നമ്പർ 1 എന്നാണ് പറയുന്നത്. മാനദണ്ഡം അനുസരിച്ച് 306 സെൻറ്റിമീറ്റർ, അതായത് 2014 കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ഉയരമുണ്ട് നന്ദന്. 18 വെള്ള നഖങ്ങളാണ്. അതുപോലെ വിരിവുള്ള പെരുമുഖം, ചെമ്പൻ നിറം, ഉയർന്ന മസ്തകം, അകന്ന് വീണ്ടെടുത്ത കൊമ്പുകൾ, നിലം മുട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ, വലിയ ചെവി, അങ്ങനെ ലക്ഷണമൊത്ത ഒരു ആനയാണ്. ദ ബിഗ്ഗസ്റ്റ് എലിഫൻ്റ് ഇൻ ഏഷ്യ. കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പുറത്തിറങ്ങി ദേവസ്വം ആനകളെ എഴുന്നള്ളിപ്പിന് നമുക്ക് കൊണ്ടുപോകാം. അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേഷൻ, ആനകളുടെ ഓഫീസെന്ന് നമുക്ക് പറയാം.
പുനത്തൂർ കോട്ടയാണ്, പുനത്തൂർ കൊട്ടാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആനകൾ, ഏകദേശം 10-30ഓളം ആനകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളൊക്കെ ആയിട്ട് ഗുരുവായൂരിലെ ഈ ഒരു സ്റ്റോറി നമ്മളിവിടെ വൈകിപ്പിക്കുകയാണ്. മമ്മിയൂർ മഹാദേവി ക്ഷേത്രത്തിലേക്ക് അത് കഴിഞ്ഞ് പോയി മഹാദേവനെ തൊഴുതു. അങ്ങനെ വളരെ അടിച്ചുപൊളിയായിരുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു വ്ലോഗ് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഗുരുവായൂരിനെ പറ്റി ഇതിനകത്ത് കിട്ടും. ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ ഫ്രണ്ട്സ്. 2025 അങ്ങനെ വന്നിരിക്കുകയാണ്. 2024 ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങളും തന്നിട്ടുണ്ട്. അതിൽ സന്തോഷങ്ങൾ ആദ്യം തന്നെ പറയാം. എൻ്റെ 2 സിനിമ റിലീസായത് 2024 അതുപോലെ തന്നെ ചെറിയ ചെറിയ ബാക്കിയുള്ള നല്ല വർക്കും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ചൂരൽമല ആ ഒരു ദുരന്തം സംഭവിച്ചത്. അത് പിന്നെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ 2024 ന്യൂ ഇയർ ആഘോഷം അല്ലെങ്കിൽ 2025 ഒരു ന്യൂ ഇയർ ആഘോഷം മാറ്റിവെച്ച് ഗുരുവായൂരേക്ക് പോകുന്നത്. കാരണം എന്തോ ഒരു എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു തോന്നൽ. അപ്പം അങ്ങനെ രാവിലെ 5 മണിക്ക് ഗുരുവായൂർ നടയിൽ പോയി. ഇന്നലെ രാത്രി വന്ന് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആളുകളൊക്കെ കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. രാവിലെ ആയപ്പോൾ കഥ മാറി. ഒരുപാട് ആളുകൾ, അറൗണ്ട് 7 hours 7 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് തൊഴാൻ സാധിച്ചത്. 1-1.25 ഞാൻ തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടു, ശ്രീകൃഷ്ണനെ കണ്ടു, തൊഴുതു, സമാധാനമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ അത് റൂമിൽ വന്നു. എനിക്ക് അവിടെ വെച്ച് ന്യൂ ഇയർ വിഷസ് പറയണമെന്നുണ്ടായിരുന്നു, നടന്നില്ല ഈ തിരക്കെല്ലാം കാരണം. സോ എനിവേ ഇപ്പം ഞാൻ പറയുകയാണ്, ഹാപ്പി ന്യൂ ഇയർ ടു മൈ ഓസം ലൈഫ് ഫാമിലി. എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ. നിങ്ങളുടെയൊക്കെ സ്വപ്നം പോലെ എങ്കയോ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സോ ഇന്നത്തെ ഈ വ്ലോഗ്, ഈ ന്യൂ ഇയറിൻ്റെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുരുവായൂർ വന്നു, നമ്മൾ ഗുരുവായൂരെ കാര്യങ്ങളും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയും ആ തിരക്കും ആ ഒരു ആംബിയൻസും ഒക്കെ പരിചയപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2025 എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് നല്ല യാത്രകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൂടെ വേണം. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് ജാനകി സൈനിങ് ഓഫ്. ജാനകി ക്യാമറയുടെ പുറകിലാണ്, ക്യാമറ എടുക്കുന്നുണ്ട്. ഇന്ന് ജാനകിയുടെ ബർത്ത്ഡേയും കൂടി കേട്ടോ. സോ ഹാപ്പി ബർത്ത്ഡേ ജാനകി, ന്യൂ ഇയർ ബേബിയാണ്. So anyway, thank you very much. Happy New Year once again. It's me Angel Mohan signing off. Awesome life. Love you all. Take care.